ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ process means it is the process followed by an investor to make an investment decision. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. A typical investment decision goes through 5 procedures which is known as investment process. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടത്തണമെങ്കിൽ 5 സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫൈൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, അനലൈസിങ് ദ സെക്യൂരിറ്റീസ്. തേർഡ് വൺ, കൺസ്ട്രക്ട് എ പോർട്ട്ഫോളിയോ. ഫോർത്ത് വൺ, ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ. ഫിഫ്ത്ത് വൺ, റിവ്യൂ ഓഫ് ദ പോർട്ട്ഫോളിയോ. ഇതാണ് സ്റ്റെപ്പ്. ഇനി ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യും എന്തൊക്കെയാണ് ആ സ്റ്റെപ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫൈനിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന്. എന്തൊക്കെയാണ് ഒരു ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയായിരിക്കും ഉണ്ടാവുക? ഗ്രോത്ത്, ഇൻകം, ലിക്വിഡിറ്റി, ടാക്സ് കൺസിഡറേഷൻ ആൻഡ് സേഫ്റ്റി. ഇതാണ് മെയിനായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻവെസ്റ്ററിനും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ദിസ് സ്റ്റെപ്സ് ഇൻവോൾവ്സ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൺസ്ട്രെയിൻസ് ആൻഡ് ഫണ്ട് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആൻഡ് ടാക്സ് സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റർ. ഈ സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഇൻവെസ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ യൂസ് ചെയ്തിട്ട് എനിക്കൊരു ഹോം മേക്ക് ചെയ്യാന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് ഇപ്പോൾ 10 lakh ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 yearsന് ശേഷം എനിക്ക് 12 lakh റിട്ടേൺ കിട്ടണമെന്നായിരിക്കും. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാവണമെന്നായിരിക്കും എൻ്റെ ഒബ്ജക്റ്റീവ്. അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് അതിൽ എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അല്ലാതെ വേറെ ഒന്നെന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകം ആയിരിക്കും ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ടാക്സ് കൺസിഡറേഷൻ ആയിരിക്കും ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ സേഫ്റ്റി ആയിരിക്കും. ഇതിലേതാണ് ആ ഇൻവെസ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എന്നാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആയിരിക്കും. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ പേഴ്സൺ ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻകം, ക്യാപിറ്റൽ അപ്രിസിയേഷൻ, സേഫ്റ്റി ആൻഡ് പ്രിൻസിപ്പിൾ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ് ഗിൽസ് ആണ് അല്ലേ. G stands for growth, I for income, L for liquidity, T for taxation, S for safety. ഇതിൽ ഏതെങ്കിലും ആണോ അവരുടെ ഒബ്ജക്റ്റീവ്? അതാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കാം, അനലൈസിങ് ദ സെക്യൂരിറ്റീസ്. The second step of analyzing securities enable the investor to distinguish between underpriced and overpriced stock. അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെക്യൂരിറ്റീസ് എന്തൊക്കെയാണ് മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസ് എന്ന് ഫൈൻഡ് ചെയ്യാണ്. അപ്പം ഓരോ ഇൻവെസ്റ്ററിനും അവരവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓരോ സെക്യൂരിറ്റീസിനെയും അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ റിട്ടേൺ എപ്പോഴും മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം സെല്ല് ചെയ്യുമ്പോഴാണ്. ഇപ്പം പ്രൈസ് ആദ്യം നമ്മൾ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 50 rupees ആണെന്ന് വിചാരിച്ചോ, പക്ഷേ അത് സെല്ല് ചെയ്യുന്ന പിന്നെ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് 100 ആയെങ്കിൽ 100 ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് അല്ലേ. അതായത് നമ്മളൊരു സ്റ്റോക്ക് അണ്ടർ പ്രൈസ്ഡ് ആകുമ്പോൾ പർച്ചേസ് ചെയ്യും, അതിൻ്റെ പ്രൈസ് കൂടുമ്പം സെല്ല് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, സോ ഇനി പറയുന്നതാണ് ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബൈ ലോ സെൽ ഹൈ. ചെറിയ പ്രൈസിന് ബൈ ചെയ്യുക,
വലിയ പ്രൈസിന് എന്ത് ചെയ്യുക, സെൽ ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഓരോ സെക്യൂരിറ്റീസും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് രണ്ട് അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു രണ്ട് അപ്രോച്ചസ് ആണ് ഒരു സെക്യൂരിറ്റീനെ അനലൈസ് ചെയ്യാനുള്ളതെന്ന്. ഒന്നെന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസും ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസുമാണ്. അപ്പോൾ ഇനി എന്താണ് ടെക്നിക്കൽ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പാസ്റ്റ് ട്രെൻഡ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ കമ്പനിയിലെ ഷെയർസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാണ്, അതായത് പ്രഡിക്റ്റ് ചെയ്യാണ്. അതായത് വി ആർ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പ്രൈസ് മൂവ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദ എക്സാമിനേഷൻ ഓഫ് പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്ന റിട്ടേൺ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2018-ലും 2019-ലും ആ ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 2020-ൽ നമ്മൾ എന്താണ് വിചാരിക്കുക, ആ ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് തന്നെ നമ്മൾ വിചാരിക്കും. അതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ we analyze the company's financial data and non-financial informations. കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റാസും നോൺ ഫിനാൻഷ്യൽ ഡാറ്റാസും യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, ഈ ഓരോ സ്റ്റെപ്സും നമ്മളിനി മെയിനായിട്ട് അടുത്ത് വരുന്ന ഓരോ ചാപ്റ്റേഴ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. ടെക്നിക്കൽ അനാലിസിസ് എന്താ, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താ, പിന്നെ ഓരോ സ്റ്റെപ്സും കേട്ടോ. അപ്പം അടുത്ത സ്ലൈഡിലേക്ക് പോവാം. തേർഡ് സ്റ്റെപ്പ് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ. നമ്മളൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യാണ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ഒരു കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമെന്ന് നോക്കാം. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്? പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അസറ്റിൽ തന്നെ മുഴുവനായിട്ട് നമ്മൾ ഒരു കമ്പനിയുടെ മാത്രം ഷെയർസ് മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ആ കമ്പനി വല്ല ലിക്വിഡ് ചെയ്ത് പോവോ അല്ലെങ്കിൽ നഷ്ടമോ ലോസോ മേക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫുൾ എമൗണ്ട് നമുക്ക് ലോസായി പോകും. അതിന് പകരം നമ്മൾ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിൽ നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് കുറഞ്ഞാലും ആ പോർട്ട്ഫോളിയോയിലുള്ള ബാക്കി സെക്യൂരിറ്റീസിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനെ നമ്മൾ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് portfolio created out of different class of securities like equities, fixed income securities and real estate. എന്താ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസിനാണ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ പോർട്ട്ഫോളിയോ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് സെക്യൂരിറ്റി. ഈ സെക്കൻഡ് സബ് പാർട്ട് നോക്കാം. ദ അസറ്റ് സെലക്ഷൻ ഡിസിഷൻ. ദിസ് സ്റ്റെപ്പ് ഇസ് വെയർ ദ സ്റ്റോക്ക് മെയ്ഡ് അപ്പ് the equity component, the bond that make up fixed income component. ഓക്കെ, നമ്മൾ അസറ്റ് സെലക്ഷൻ ഡിസിഷൻ എടുക്കുകയാണ്. നമ്മൾ ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ അസറ്റ് സെലക്ഷൻ ഡിസിഷൻ എടുക്കുകയാണ്. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് ഫിക്സ്ഡ് ഇൻകം വരേണ്ടത്, അതായത് ഡിഫറെൻറ്റ് ക്യാരക്ടറുള്ള സെക്യൂരിറ്റീസിനെ നമ്മൾ സെലക്ട് ചെയ്യാണ്. അതായത് ഷെയർസ് മാത്രമായിരിക്കില്ല അതിനുള്ളവ, ഇക്വിറ്റീസ് ഉണ്ടാവും, ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും, അതായത് ഇക്വിറ്റി കമ്പോണൻ്റ് ഉള്ള ഇക്വിറ്റി ഷെയർസും സ്റ്റോക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഫിക്സ്ഡ് ഇൻകം ക്യാരക്ടറിലുള്ള ബോണ്ട്സ് ഉണ്ടാവും, ഡിബഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ പറയുന്നതാണ് റിയൽ എസ്റ്റേറ്റിലുള്ള റിയൽ അസറ്റ്, അതായത് റിയൽ അസറ്റും അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആദ്യം നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. അത് ഇക്വിറ്റീസ് ആണോ, ഫിക്സ്ഡ് ഇൻകം ആണോ, റിയൽ അസറ്റ് ആണോ വേണ്ടതെന്ന് നോക്കും. എന്നിട്ട് അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ അസറ്റ് സെലക്ട് ചെയ്യാണ്. അതായത് ബോണ്ട്സ് ആണോ വേണ്ടത്, ഇക്വിറ്റീസ് ആണോ വേണ്ടത്, റിയൽ എസ്റ്റേറ്റ് ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തു, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ ഉള്ളിലത്തെ തേർഡ് സബ് പാർട്ട് എന്ന് പറയുന്നത്.
എക്സിക്യൂഷൻ ആണ് കേട്ടോ. എക്സിക്യൂഷൻ നടത്താണ് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത പോർട്ട്ഫോളിയോ വെച്ച് എക്സിക്യൂഷൻ നടത്തുന്നു. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പാണ് ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പോർട്ട്ഫോളിയോയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ സെക്യൂരിറ്റീസ് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ. പെർഫോമൻസ് ഇവാലുവേഷൻ, നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസ് അതായത് പോർട്ട്ഫോളിയോ നന്നായി പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യും. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? റിസ്കിനെയും റിട്ടേണിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. Okay, the performance of evaluation of investment is done in terms of risk and return. റിസ്കിനെയും റിട്ടേണിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. അതും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് ഇവാലുവേഷൻ മെഷേഴ്സ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പാണ് റിവ്യൂ ദ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിവിഷൻ. അതായത് നമ്മൾ അതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് റിട്ടേൺ ഒക്കെ കിട്ടി, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒന്നും കൂടി റിവൈസ് ചെയ്യും അല്ലേ. നമ്മളിപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റിവൈസ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ടും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒന്ന് റിവൈസ് ചെയ്യും. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓരോ ഇൻവെസ്റ്ററിനും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ആവും. പക്ഷേ ഓരോ വർഷം കഴിയും തോറും അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിൽ എന്ത് സംഭവിക്കും? ഡിഫറൻസ് വരും. ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് ഗ്രോത്ത് ആണെങ്കിൽ 2-3 വർഷം കഴിയുമ്പോൾ ഞാനത് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ലിക്വിഡിറ്റി ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള അസറ്റിൻ്റെ കാറ്റഗറിയിൽ ഞാൻ റിവൈസ് ചെയ്യണം. ഗ്രോത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇക്വിറ്റിയിലായിരിക്കും ഞാൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. അതേസമയം ലിക്വിഡിറ്റി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ പോർട്ട്ഫോളിയോയിലുള്ള ഇക്വിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? ബോൺസിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ കൊണ്ട്, സേഫ്റ്റി ആണെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പോർട്ട്ഫോളിയോയിൽ റിവിഷൻ കൊണ്ടുവരും. അതായത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന പോർട്ട്ഫോളിയോയിൽ ഫിക്സ് ചെയ്ത് വെച്ച് അത് എക്സിക്യൂഷൻ നടത്തിയ പോർട്ട്ഫോളിയോയിൽ ചില സെക്യൂരിറ്റീസ് നമ്മൾ സെല്ല് ചെയ്യും, ചില പുതിയ സെക്യൂരിറ്റീസ് നമ്മൾ ആഡ് ഓൺ ചെയ്യും. പിന്നെ റിവ്യൂ അല്ലെങ്കിൽ റിവൈസ്ഡ് ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഓരോ പീരീഡ്സ് കഴിയുമ്പോഴും ആ ഇൻവെസ്റ്റർ എന്ത് ചെയ്യും? ഓരോ വർഷം കഴിയും തോറും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ എന്ത് ചെയ്യും? റിപ്പീറ്റേഷൻ വരും. ഇപ്പം ഒരാളുടെ ഒബ്ജക്റ്റീവ് മാറിയെങ്കിൽ ആദ്യം മുതലേ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം ഇല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് മാറി അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യും, അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റീസ് ഫിക്സ് ചെയ്യണം, പിന്നെ അതിന് സ്യൂട്ടബിളായ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, എക്സിക്യൂഷൻ ചെയ്യണം. ആ പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ റിവിഷൻ ഓഫ് ഇവാലുവേഷൻ ഓർ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഇൻവെസ്റ്റർ മേ ചേഞ്ച് ഓവർ ടൈം ആൻഡ് കറൻറ്റ് പോർട്ട്ഫോളിയോ മേ നോ ലോങ്ങർ ബി ഒപ്റ്റിമൽ ഫോർ ഹിം. അയാളുടെ ഒബ്ജക്റ്റീവ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് പോർട്ട്ഫോളിയോ അയാൾക്ക് ഒരിക്കലും ഒപ്റ്റിമലായിട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അയാൾ പുതിയ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. അയാൾ സർട്ടൺ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുകയും അതുപോലെ തന്നെ സർട്ടൺ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ട് അയാൾ ഒരു പുതിയ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് അടങ്ങിയിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് ഇക്വിറ്റി ആയിരിക്കും, ചിലതെന്ന് പറയുന്നത് ബോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിരിക്കും. അങ്ങനെ കുറേ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇക്വിറ്റിയുടെ കേസിലാണെങ്കിൽ ഇപ്പം ഞാൻ കറൻ്റ്ലി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് കമ്പനിയുടെ ഡിഫറെൻറ്റ് ഷെയർസ് ആണ്. ഒരെണ്ണം എന്ന് പറയുന്നത് EY-യുടേത്, ഒരെണ്ണം മൈക്രോസോഫ്റ്റിൻ്റെ ഷെയർ, അങ്ങനെ ഡിഫറെൻറ്റ് ഷെയർസ് ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ അത് ശരിക്കും ഈ ഗ്രോത്ത് ഒബ്ജക്റ്റീവ് മെയിനായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു. പക്ഷേ ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ആ ഗ്രോത്ത് വേണ്ട, അയാളുടെ ഫണ്ടിന് ലിക്വിഡിറ്റി ആണ് വേണ്ടതെന്ന് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻകം ആണ് വേണ്ടതെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് ഇൻകത്തിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും?
ഇതിലെ കുറേ ഷെയർസ് സെൽ ഓഫ് ചെയ്തിട്ട് ആ പോർട്ട്ഫോളിയോയിലേക്ക് എന്ത് ചെയ്യും, കുറച്ച് ബോൺസ് ഇൻക്ലൂഡ് ചെയ്യും. ബോൺസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫിക്സ്ഡ് ഇൻകം അയാൾ റിസീവ് ചെയ്യും. അതേസമയം അയാൾക്ക് സേഫ്റ്റി ആണ് വേണമെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഇത് മാറ്റി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആഡ് ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, പ്രോസസ്സാണ്. അല്ലേ, പ്രോസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഫൈൻഡ് ചെയ്യുക. ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗിൽസ് ആണ്. ഗ്രോത്ത്, ഇൻകം, ലിക്വിഡിറ്റി, ടാക്സ് കൺസിഡറേഷൻ ആൻഡ് സേഫ്റ്റി. അതിലേതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുക, സെക്യൂരിറ്റീസിനെ അനലൈസ് ചെയ്യുക. സെക്യൂരിറ്റീസിനെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസ്ക്കും റിട്ടേണും എങ്ങനെയാണുള്ളത്, ഒരു സെക്യൂരിറ്റിയുടെ റിസ്ക്കും റിട്ടേണും അനുസരിച്ച് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക. ഓരോ കമ്പനിയുടെ സെക്യൂരിറ്റീസ് എടുത്ത് അനലൈസ് ചെയ്യുക. അതിനുള്ള 2 മെത്തേഡ്സ് ആണ് എന്തൊക്കെ, ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും. ഓക്കെ, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പാസ്റ്റ് മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്ത് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യും. അതേസമയം ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഏതൊക്കെ കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയുടെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും, അതായത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ഒക്കെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫണ്ടമെൻ്റൽസ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കൺസ്ട്രക്റ്റ് പോർട്ട്ഫോളിയോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യും. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ്, ഡിഫറെൻറ്റ് കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് സെക്യൂരിറ്റീസിനെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഓരോ പോർട്ട്ഫോളിയോ നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഫിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. റിട്ടേണിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിസ്കിനെയും റിട്ടേണിനെയും ബേസ് ചെയ്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ലാസ്റ്റ് വണ്ണാണ് റിവ്യൂ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, we are actually revising the investment procedure. അതായത് ഓരോ വർഷം കഴിയും തോറും ഓരോ ഇൻവെസ്റ്ററിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് എന്ത് ചെയ്യണം, അയാളുടെ പ്രൊസീജിയേഴ്സ് വീണ്ടും കോർഡിനേറ്റ് ചെയ്യണം. അപ്പം അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും 5th സ്റ്റെപ്പിൽ നിന്ന് അയാൾ വീണ്ടും 1st സ്റ്റെപ്പിൽ പോയിട്ട് ആദ്യം മുതലുള്ള പ്രൊസീജിയേഴ്സ് ഫുള്ള് റീമോഡൽ ചെയ്യണം.